നമസ്കാരം കൂട്ടുകാരി, എല്ലാവർക്കും abcreation സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ക്ലാസ്സും വർക്കൊക്കെ കാരണം നല്ല ബിസി ആയിരുന്നു ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്കൊരു പോർട്രേറ്റ് ഇമേജ് എങ്ങനെ സിമ്പിളായിട്ട് റീടച്ച് ചെയ്യാമെന്നാണ് ഗൈസ്. റീടച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പിമ്പിൾസൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ ഈസി മെത്തേഡിൽ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കെങ്ങനെ ആ ഇമേജ് റീടച്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടി ഞാൻ തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് റീടച്ച് ചെയ്യേണ്ട ഇമേജ് ഞാനൊരു മോഡലിൻ്റെ ഇമേജാണ് എടുത്തേക്കണം. ഡ്രാഗ് ചെയ്ത് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ഇടാം. നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇമേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. Ctrl+I ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അത് സെലക്ട് ചെയ്യുക. ഒരു പ്രയത്തിൻ്റെ ലുക്കിലൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്കതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റി കൊടുക്കുക. നമ്മൾ വിവിഡ് ലൈറ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഫിൽറ്റർ എടുക്കുക, അതർ എടുക്കുക. ഇവിടെ ഹൈ പാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ റേഡിയസ് 38.7 ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് അത് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് റേഡിയസ് മാറ്റി കൊടുത്ത് നോക്കാം, ഡിറ്റക്റ്റ് ആയിട്ടില്ലെങ്കിൽ. ഇനി ഓക്കെ കൊടുക്കുക. ഫിൽറ്റർ എടുക്കുക, ബ്ലർ എടുക്കുക, ഗോഷ്യൻ ബ്ലർ കൊടുക്കുക. 5.0 കൊടുത്തേക്കണം പിക്സൽസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടി കൊടുക്കാം. ഇനി ഓക്കെ കൊടുക്കുക. നമുക്ക് ഈ മാസ്കിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇത് ഇൻവേർട്ട് ചെയ്യുക. എന്നിട്ട് ആൾട്ട് ഡിലീറ്റ് കൊടുക്കുക. ഇനി നമുക്കിതെങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ബ്രഷ് ടൂൾ എടുക്കുക. സൈസ് നമുക്കൊരു സോഫ്റ്റ് റൗണ്ട് ബ്രഷാണ് കൊടുത്തേക്കാം. നമുക്ക് ആ ബ്രാക്കറ്റ് കീസ് ഉപയോഗിച്ച് അതിൻ്റെ സൈസ് ചെറുതാക്കുകയും വലുതാക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എക്സ് ഒക്കെ ഇത് ഇൻവേർട്ട് ആവണം കാണാൻ സാധിക്കും. നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ടൂൾ ഉപയോഗിച്ച് ഒന്ന് സൂം ചെയ്തിട്ട് നമുക്ക് ബ്രഷ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, കാണാൻ സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് നൈസായിട്ട് അത് കളഞ്ഞു കൊടുക്കണം. ജസ്റ്റ് നമുക്കൊന്ന് സ്പോട്ട് ഹീലിംഗ് ടൂൾ ബ്രഷ് യൂസ് ചെയ്യണ പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക്. നമുക്ക് നെറ്റിയുടെ അവിടെ ഉള്ളത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ബിഫോറും ആഫ്റ്ററും നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്ത് ഗൈസ്.